റഷ്യ ഉക്രൈൻ സംഘർഷത്തെക്കുറിച്ചും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണത്തെക്കുറിച്ചും ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ടെലിഫോണിൽ ചർച്ച നടത്തി. അദ്ദേഹത്തോടുള്ള വിശ്വാസത്തിന്റെ പ്രതീകമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. റഷ്യയോടുള്ള വ്യാപാരം ഇന്ത്യ തുടരുന്നത് റഷ്യയുടെ സാമ്പത്തിക പിന്തുണ വർദ്ധിപ്പിക്കുമെന്നും അതിലൂടെ യുദ്ധം ചെയ്യാനുള്ള സാഹചര്യത്തെ ശക്തിപ്പെടുത്തുന്നതും അത് ഉക്രൈന് വലിയ പ്രത്യാഘാതങ്ങൾ വരുത്തിവെക്കുമെന്ന ആശങ്കയും അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, റഷ്യയും യുഎസും സമാധാന ശ്രമങ്ങൾ നടത്തുന്നതുമായി സംഘർഷത്തിനിടയിൽ പ്രധാനമന്ത്രി മോദിയെ വിളിച്ച സെലൻസ്കി മേഖലയിൽ ഇന്ത്യയുടെ വളർന്നുവരുന്ന നയതന്ത്ര ശ്രമങ്ങളെയും സംഘർഷത്തിന് സമാധാനപരമായ പരിഹാരം കണ്ടെത്താനുള്ള പ്രതിബദ്ധതയെക്കുറിച്ച് വിശദീകരിച്ചു. സംഭാഷണത്തിനിടെ സപോരീഷിയയിലെ ഒരു ബസ് സ്റ്റേഷനിൽ ഡസൻ കണക്കിന് ആളുകൾക്ക് പരിക്കേറ്റ ഒരു പണിമുടക്കുൾപ്പെടെ ഉക്രൈനിയൻ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും അടുത്തിടെ നടന്ന റഷ്യയുടെ ആക്രമണങ്ങളെക്കുറിച്ച് സെലൻസ്കി പ്രധാനമന്ത്രി മോദിയെ വിശദീകരിച്ചു. മറുപടിയായി സമാധാന ശ്രമങ്ങൾക്കുള്ള ഇന്ത്യയുടെ പിന്തുണ ഇന്ത്യൻ പ്രധാനമന്ത്രി ആവർത്തിക്കുകയും ചെയ്തു. മുന്നോട്ടുള്ള വഴിയായി സംഭാഷണവും നയതന്ത്രവും വേണമെന്ന് ആഹ്വാനം ചെയ്തു. പ്രസിഡന്റ് സെലൻസ്കിയുമായുള്ള സംഭാഷണത്തിനിടെ സംഘർഷത്തിന് നേരത്തെയും സമാധാനപരമായും പരിഹാരം കണ്ടെത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചുള്ള ഇന്ത്യയുടെ ഉറച്ചതും സ്ഥിരവുമായ നിലപാട് പ്രധാനമന്ത്രി മോദി വീണ്ടും ഉറപ്പിച്ചു പറഞ്ഞു. പ്രസിഡന്റ് സെലൻസ്കിയുമായി സംസാരിക്കാനും സമീപകാല സംഭവ വികാസങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വീക്ഷണങ്ങൾ കേൾക്കാനും സന്തോഷമുണ്ട്. സംഘർഷത്തിന് നേരത്തെയും സമാധാനപരമായും പരിഹാരം കാണേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചുള്ള ഇന്ത്യയുടെ സ്ഥിരമായ നിലപാട് ഞാൻ അറിയിച്ചു. ഈ കാര്യത്തിൽ സാധ്യമായ എല്ലാ സംഭാവനകളും നൽകുന്നതിനും ഉക്രൈനുമായുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണ്. റഷ്യയും ഉക്രൈനും തമ്മിലുള്ള നിലവിലുള്ള സംഘർഷം അവസാനിപ്പിക്കുന്നതിന് സംഭാവന നൽകാനുള്ള തന്റെ പ്രതിബദ്ധത പ്രധാനമന്ത്രി എക്സിലെ തന്റെ പോസ്റ്റിൽ ആവർത്തിക്കുകയും ചെയ്തു. മറുവശത്ത് സെലൻസ്കി തന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഞാനൊരു നീണ്ട സംഭാഷണം നടത്തി. ഞങ്ങളുടെ ഉഭയകക്ഷി സഹകരണവും മൊത്തത്തിലുള്ള നയതന്ത്ര സാഹചര്യവും പോലുള്ള എല്ലാ പ്രധാന വിഷയങ്ങളും ഞങ്ങൾ വിശദമായി ചർച്ച ചെയ്തു. ഞങ്ങളുടെ ജനങ്ങൾക്ക് പിന്തുണ നൽകുന്ന ഊഷ്മളമായ വാക്കുകൾക്ക് പ്രധാനമന്ത്രിയോട് ഞാൻ നന്ദിയുള്ളവനാണ്. ഞങ്ങളുടെ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും നടന്ന റഷ്യൻ ആക്രമണങ്ങളെക്കുറിച്ചും ഒരു സാധാരണ നഗര സൗകര്യത്തിൽ റഷ്യ മനഃപൂർവ്വം നടത്തിയ ബോംബാക്രമണത്തിൽ ഡസൻ കണക്കിന് ആളുകൾക്ക് പരിക്കേറ്റ സപോരീജിയയിലെ ബസ് സ്റ്റേഷനിൽ ഇന്നലെ നടന്ന ആക്രമണത്തെക്കുറിച്ചും ഞാൻ അറിയിച്ചു. യുദ്ധം അവസാനിപ്പിക്കാൻ ഒടുവിൽ നയതന്ത്ര സാധ്യതയുള്ള സമയമാണിത്. വെടിനിർത്തലിനുള്ള സന്നദ്ധത പ്രകടിപ്പിക്കുന്നതിനു പകരം റഷ്യ അധിനിവേശവും കൊലപാതകങ്ങളും തുടരാനുള്ള ആഗ്രഹം മാത്രമാണ് കാണിക്കുന്നത്. ഇന്ത്യ നമ്മുടെ സമാധാന ശ്രമങ്ങളെ പിന്തുണയ്ക്കുകയും ഉക്രൈനുമായി ബന്ധപ്പെട്ട് എല്ലാ ഉക്രൈന്റെ പങ്കാളിത്തത്തോടെ തീരുമാനിക്കണമെന്ന നിലപാട് പങ്കിടുകയും ചെയ്യേണ്ടത് പ്രധാനമാണ്. മറ്റ് ഫോർമാറ്റുകൾ ഫലം നൽകില്ല. റഷ്യക്കെതിരായ ഉപരോധങ്ങളെക്കുറിച്ചും ഞങ്ങൾ വിശദമായി ചർച്ച ചെയ്തു. ഈ യുദ്ധത്തിന്റെ തുടർച്ചയ്ക്ക് ധനസഹായം നൽകാനുള്ള അതിന്റെ സാധ്യതയും കഴിവും കുറയ്ക്കുന്നതിന് റഷ്യൻ ഊർജ്ജത്തിന്റെ, പ്രത്യേകിച്ച് എണ്ണയുടെ കയറ്റുമതി പരിമിതപ്പെടുത്തേണ്ടത് ആവശ്യമാണെന്ന് ഞാൻ ശ്രദ്ധിച്ചു. ഓരോ നേതാവും റഷ്യയുടെ മേൽ വ്യക്തമായ സ്വാധീനമുള്ള അമേരിക്ക മോസ്കോയിലേക്ക് അനുബന്ധ സൂചനകൾ അയക്കുന്നു. സെപ്റ്റംബറിൽ UN പൊതുസഭയ്ക്കിടെ ഒരു വ്യക്തിപരമായ മീറ്റിംഗ് ആസൂത്രണം ചെയ്യാനും സന്ദർശന കൈമാറ്റത്തിൽ പ്രവർത്തിക്കാനും ഞങ്ങൾ സമ്മതിച്ചു. റഷ്യയും യുക്രൈനും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷം പരിഹരിക്കുന്നതിനായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക നേതാക്കളുമായി ഉന്നതതല ചർച്ചകളിൽ ഏർപ്പെട്ടിരുന്നു. അടുത്തിടെ പ്രധാനമന്ത്രി മോദി കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നിർണായകമായ ടെലിഫോൺ സംഭാഷണങ്ങൾ നടത്തി. മേഖലയിലെ സമാധാനത്തിനും സ്ഥിരതയ്ക്കും ഇന്ത്യയുടെ പ്രതിബദ്ധതയിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അദ്ദേഹം ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി ഒരു സംഭാഷണം നടത്തി. ഉക്രൈൻ ജനതയ്ക്കുള്ള പ്രധാനമന്ത്രി മോദിയുടെ ഊഷ്മളമായ പിന്തുണ പ്രസിഡന്റ് സെലൻസ്കി അഭിനന്ദിക്കുകയും സമാധാന ശ്രമങ്ങൾക്ക് ഇന്ത്യയുടെ പിന്തുണ അംഗീകരിക്കുകയും ചെയ്തു. ഡസൻ കണക്കിന് പേർക്ക് പരിക്കേറ്റ സപോരിഷ്യയിലെ ഒരു ബസ് സ്റ്റേഷനിൽ അടുത്തിടെ നടന്ന പണിമുടക്കുൾപ്പെടെ ഉക്രൈനിയൻ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും റഷ്യൻ ആക്രമണങ്ങളുടെ വ്യാപകമായ ആഘാതവും ഉക്രൈനിയൻ പ്രസിഡന്റ് വിശദീകരിച്ചു. യുദ്ധത്തിന് ധനസഹായം നൽകാനുള്ള റഷ്യയുടെ കഴിവ് കുറയ്ക്കുന്നതിന്, പ്രത്യേകിച്ച് എണ്ണയുടെ ഊർജ്ജ കയറ്റുമതി പരിമിതപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം ഊന്നിപ്പറയുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.